ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇല്ലുസ്ട്രേറ്ററിനകത്ത് പാത്ത് ഫൈൻഡർ ആണ് നോക്കുന്നത്. ഒരുപാട് പേര് എന്താണ് പാത്ത് ഫൈൻഡർ, എങ്ങനെയാണ് പാത്ത് ഫൈൻഡർ യൂസ് ചെയ്ത് ലോഗോസ് ഒക്കെ ചെയ്യണേന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പാത്ത് ഫൈൻഡറിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇല്ലുസ്ട്രേറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾസ് ആണ് പാത്ത് ഫൈൻഡറിനകത്തുള്ളത്. ഇതാണ് പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന ടൂൾ ബോക്സ്. ഇതിനകത്ത് ഇത്രയും പാത്ത് ഫൈൻഡേഴ്സ് ആണ്, അല്ലെങ്കിൽ ഷേപ്പ് മോഡ്സ് ആണ് ഉള്ളത്. ഇത്രയും ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈവൻ ഭയങ്കര ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ലോഗോസ് പോലും നമുക്ക് പാത്ത് ഫൈൻഡേഴ്സ് യൂസ് ചെയ്ത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ 2 ഒബ്ജക്റ്റിലാണ് പാത്ത് ഫൈൻഡർ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനൊരു സ്ക്വയർ വരച്ചു. ഒരു സ്റ്റാറും വരച്ചു. ഇതിന് വേറൊരു കളറാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ 2 ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് പാത്ത് ഫൈൻഡർ ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യുണൈറ്റ്. ഈ പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ നമ്മുടെ വർക്ക് സ്പേസിൽ കിട്ടിയില്ല എങ്കിൽ വിൻഡോസിനകത്ത് പോയിട്ട് പാത്ത് ഫൈൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആദ്യത്തെ ഓപ്ഷൻ യുണൈറ്റ് ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് കൊടുത്തു നോക്കാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ 2 ഒബ്ജക്റ്റും കൂടെ യുണൈറ്റ് ആയിട്ട് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അതാണ് പാത്ത് ഫൈൻഡറിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ. ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ മൈനസ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൈനസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം ഓരോ ഒബ്ജക്റ്റ് ബാക്കിലുള്ള ഒബ്ജക്റ്റിൽ നിന്ന് മൈനസ് ആയി. ഇതിന് വേണമെങ്കിൽ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓരോരോ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് അപ്പിയർ ആവുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റർസെക്റ്റ്, അതായത് കോമൺ ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ കോമൺ ആയിട്ടുള്ള പോർഷനാണ് ഇൻറ്റർസെക്റ്റ് എന്ന് പറയുമ്പോൾ അറിയാം കൂടിച്ചേരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു 2 ഒബ്ജക്റ്റിനകത്ത് കൂടിച്ചേരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡ് ഈ ഒരു പോർഷനാണ്. നമുക്ക് ആ ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതായത് കോമൺ ആയിട്ടുള്ള പോർഷൻ മാത്രമായിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള പോർഷൻ ഡിലീറ്റ് ആയി പോകും, എക്സ്ക്ലൂഡ് ആണ്. ബാക്കിയെല്ലാം കിട്ടും. ഇതിന് നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാം നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോർഷനായിട്ട് ഡിവൈഡ് ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് ഡിവൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത്രയും പോർഷൻസ് ഡിവൈഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇത് നമുക്ക് മെയിനായിട്ട് നമുക്ക് യൂസ് വരുന്നത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ തന്നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ഇഫ് ഇൻ കേസ് ഒരു സ്ക്വയർ വരച്ചു. ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇത്രയും ലൈൻസ് ഇട്ടിട്ടുണ്ട് ഈ ഒബ്ജക്റ്റിനകത്ത്. ഇതിന് മൊത്തത്തിൽ വേണമെങ്കിലും നമുക്ക് എന്താണ് ഡിവൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോർഷനും നമുക്ക് ഓരോ കളർ വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമ്മളൊരു വർക്ക് ഇല്ലുസ്ട്രേഷൻസ് ആണെങ്കിൽ പോലും നമുക്ക് പാത്ത് ഫൈൻഡർ യൂസ് ചെയ്ത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഓരോ പോർഷനുമാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. മെയിൻലി ലോഗോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു
പാർട്ടായിട്ട് ഇങ്ങനെ ആരോസ് ഒക്കെ റൗണ്ടിൽ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ട്രിം യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു സർക്കിളും ഒരു സ്ക്വയറും വരച്ചിട്ടുണ്ട്. സ്ക്വയർ എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് കാണാം, അത് സെലക്ട് ചെയ്യുമ്പോൾ ഇത്ര ഒരു പോർഷൻ എക്സ്ട്രാ ഉണ്ട്, അത് ആ സർക്കിളിൻ്റെ അടിയിലായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ട്രിം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും പോർഷൻ, അതായത് സർക്കിളിൻ്റെ അടിയിലുണ്ടായിരുന്ന പോർഷൻ ട്രിം ആയിട്ടാണ് പോയേക്കുന്നത്. അതിനെയാണ് നമ്മൾ ട്രിം യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എത്ര കോപ്പീസ് ഒക്കെ നമ്മൾ മെയിൻലി ലോഗോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണമായിരിക്കും ബാക്കി കോപ്പീസ് എടുത്ത് വെക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ട്രിം യൂസ് ചെയ്ത് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മർജ്. നേരത്തെ നമ്മൾ യുണൈറ്റ് പഠിച്ചു, അതേപോലെ തന്നെ ഒരു ഓപ്ഷനാണ് മർജ് എന്ന് പറയുന്നത്. നമ്മൾ യുണൈറ്റ് കളിച്ചപ്പോൾ രണ്ടും കൂടെ ഒറ്റ കളറായിട്ട് മാറി. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ജസ്റ്റ് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. രണ്ടിനെയും കൂടി സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മനസ്സിലായി നമ്മൾ ഇൻറ്റർസെക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചെയ്തപ്പോൾ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റിൻ്റെ കോമൺ ആയിട്ടുള്ള പോർഷനാണ് കിട്ടുന്നത്. ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ബാക്കിലുള്ള ഒബ്ജക്റ്റിൻ്റെ, അതായത് ഇതാണ് കോമൺ ആയിട്ടുള്ള പോർഷൻ എങ്കിൽ ഇത് സർക്കിളിൻ്റെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻസ് ആണ്. ഞാൻ ജസ്റ്റ് സ്ട്രോക്ക് കൊടുക്കുകയാണ്. രണ്ടിനും ഞാൻ ഈക്വൽ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടിനെയും സെലക്ട് ചെയ്ത് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഔട്ട്ലൈൻ മാത്രമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഔട്ട്ലൈനും രണ്ടായിട്ട് വരും. ഇനി നേരത്തെ നമ്മൾ മൈനസ് ഫ്രണ്ട് പഠിച്ചു, ഇനി മൈനസ് ബാക്ക്. ഇതിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ജസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ മൈനസ് ബാക്ക് ചെയ്യുമ്പോൾ നോ റിസൾട്ടാണ്. കാരണം ഇതിനകത്ത് മൈനസ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ട് ചെയ്യാം. അതായത് ബാക്കിലുള്ള ഒബ്ജക്റ്റ് ആണ് മൈനസ് ആയി പോകുന്നത്, അതായത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ പോളിഗണിൽ നിന്ന് സർക്കിളിൻ്റെ പോർഷൻ ആയിരിക്കും മൈനസ് ആയി പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാത്ത് ഫൈൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാത്ത് ഫൈൻഡർ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ലോഗോസും ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി വീക്കറ്റ്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. താങ്ക് യു.